അങ്ങനെ പുറം കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം മൂന്നാം ദിവസവും തുടരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ 3 കപ്പലുകൾ പുലർച്ചെ വരെ ദൗത്യം തുടർന്നെങ്കിലും വിജയിച്ചിട്ടില്ല. തീപിടുത്തത്തിന് തീവ്രത കുറഞ്ഞെങ്കിലും കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് വ്യാപിക്കുന്നതാണ് പ്രതിസന്ധി. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഈ തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല, നിരന്തരം പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. ഇത് രക്ഷാദൗത്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണ്. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ അത് തീരത്തേക്ക് എത്തുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു എന്നതാണ്. ശരിക്കും ഇപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് തീ അണയ്ക്കാനുള്ള സാധ്യത വിദൂരത്താണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിലിപ്പോഴും അങ്ങേയറ്റം ദോഷകരമായ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ കണ്ടെയ്നറുകളാണ് ഉള്ളത്. അത് 157 കണ്ടെയ്നറുകളിൽ നമുക്ക് കഴിഞ്ഞ ദിവസം കാർഗോ ലിസ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. 157 കണ്ടെയ്നറുകളിൽ അങ്ങേയറ്റം ദോഷകരമായ വസ്തുക്കളാണ്. അതായത് വെള്ളമായി ചേർന്നാൽ തീ പിടിക്കുന്നവ, ഘർഷണമുണ്ടായാൽ തീ പിടിക്കുന്നവ തുടങ്ങിയ, അതായത് വായുവുമായി പ്രതിപ്രവർത്തനം നടത്തിയാൽ തീ പിടിക്കുന്നവ തുടങ്ങിയ തരത്തിലുള്ള വസ്തുക്കളാണ് അതിലുള്ളത് എന്നുള്ളത്, ഏറെയും ഉള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ദുഷ്കരമാണ്. ഈ തീ അണയ്ക്കുന്ന ശ്രമം തുടരുകയാണെങ്കിലും അത് അങ്ങേയറ്റം ദുഷ്കരമാണ്. കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളാണ് സമീപത്തുള്ളത്. ഈ 5 വെസലുകൾക്കും കപ്പലിനടുത്തേക്ക് അടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. എന്നിരുന്നാൽ പോലും കപ്പലിന്റെ ഉപരിതലത്തിലേക്ക് അത്യാവശ്യം ഉപരിതലം തണുപ്പിക്കുന്ന പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉപരിതലം തണുപ്പിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ അത് വലിയ തരത്തിലേക്ക് തീ പടർന്നു പിടിക്കാതെ ഈ കപ്പലിന്റെ അടുത്തേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രൊസീജിയറും നടക്കുന്നുണ്ട്. മുകളിലൂടെ വെള്ളം തെറിപ്പിക്കുകയും അത്തരത്തിൽ ഈ ഉപരിതലം തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ, കപ്പലിന്റെ ഉപരിതലം തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതിനൊപ്പം തന്നെ ഈ ആദ്യം മുതൽ കാണാതായിട്ടുള്ള 4 പേരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അതിനുള്ള ആദ്യഘട്ടം മുതൽ അതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഈ 4 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയായിട്ടില്ല. ഈ 4 പേർ ആദ്യം ചാടിയ 18 പേർക്കൊപ്പം തന്നെ കടലിൽ ചാടിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ തീയിൽ പെട്ടുപോയതാണോ, മറ്റേതെങ്കിലും സാഹചര്യത്തിൽ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടോ, കടലിലേക്ക് പോയതാണോ, ഈ കാര്യത്തിലൊന്നും, അതായത് ജീവനുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അതിനുവേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീരത്തേക്ക് കണ്ടെയ്നറുകൾ അടയുന്ന ഒരു ആശങ്കയാണ് മറ്റൊന്നത്. കൊച്ചി മുതൽ തൃശ്ശൂർ വരെയുള്ള ഭാഗത്തേക്ക് അടയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസം നേവി അറിയിച്ചതനുസരിച്ച് കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുക്കാതിരിക്കാനുള്ള ഒരു പെരിമീറ്റർ ദൂരത്ത് നിർത്തി അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം അത് പരാജയപ്പെട്ടു. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരാജയപ്പെട്ടു എന്നുള്ള സാഹചര്യം കൂടി വേണം കണക്കിലെടുക്കാൻ. കാരണം കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുക്കുകയാണ്. ഇനി അതിനുള്ള, അതായത് പലതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. അത് മാത്രമല്ല, ഇനി തീ പിടിക്കാത്തതാണെങ്കിൽ പോലും അതിലുള്ള ഖരമാലിന്യങ്ങൾ കടലിൽ വർഷങ്ങളോളം കടന്ന് മറ്റ് പ്രതിപ്രവർത്തനങ്ങളൊക്കെ നടന്ന് ഹാനികരമായ തരത്തിലേക്ക് മാറുന്ന തരത്തിലുള്ള വസ്തുക്കളാണ് ഉള്ളത്. അതെ, അത്തരത്തിൽ വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന പദാർത്ഥങ്ങളാണ് ആ കണ്ടെയ്നറുകളിലുള്ളത്. ഈ കണ്ടെയ്നറുകളിൽ ചിലത് കൊച്ചി തൃശ്ശൂർ തീരത്തേക്ക് അടുക്കും, അതിനുള്ള സാധ്യത മുന്നിൽ കാണുന്നു എന്നതാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യം അത് അത്തരത്തിൽ ഗുരുതരമായി തന്നെ നിലനിൽക്കുന്നു എന്നതും കൂടിയാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.